കേന്ദ്ര സർക്കാർ പദ്ധതിയായ വികസിത് ഭാരത് റോസ്ഗാർ യോജനയ്ക്ക് ഇന്ന് തുടക്കമായി. സുസ്ഥിര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പദ്ധതിയുടെ ഉദ്ദേശം. ആദ്യമായി ജോലിക്ക് പ്രവേശിക്കുന്നവർക്കും പുതിയ തൊഴിലാളികളെ നിയമിക്കുന്ന തൊഴിലുടമകൾക്കും പദ്ധതിയിലൂടെ ആനുകൂല്യങ്ങൾ ലഭിക്കും. 2 വർഷത്തിൽ രാജ്യത്ത് 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സാമൂഹിക സുരക്ഷ വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളിലൂന്നി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. 3.5 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 99,446 കോടി രൂപയാണ് സർക്കാർ ഈ പദ്ധതിക്കായി നീക്കിവച്ചിരിക്കുന്നത്. ഇന്നു മുതൽ 2027 ജൂലൈ 31 വരെയാണ് പദ്ധതിയുടെ കാലാവധി. പദ്ധതിയുടെ നടത്തിപ്പും മേൽനോട്ടവും എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനാണ്. പുതുതായി ജോലിയിൽ പ്രവേശിക്കുന്ന തൊഴിലാളികൾക്ക് EPFOയിൽ അംഗമാകാം. 50 പേരുള്ള സ്ഥാപനങ്ങളിൽ പുതുതായി 2 പേരെയും 50-ൽ കൂടുതൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ പുതുതായി 5 പേരെയും നിയമിക്കണം. സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ EPFO രജിസ്റ്റർ ചെയ്തിരിക്കണം. മാസം തോറും 1 ലക്ഷം രൂപ വരെ വരുമാനമുള്ള ജീവനക്കാർക്ക് 15,000 രൂപ വരെ EPFO ശമ്പള സബ്സിഡിയുടെ പ്രയോജനം ലഭിക്കും. ഇത് 2 ഗഡുക്കളായി വിതരണം ചെയ്യും. 6 മാസത്തെ തുടർച്ചയായ സേവനം പൂർത്തിയാക്കിയാൽ ആദ്യ ഗഡു ലഭിക്കും. തുടർന്ന് 12 മാസത്തെ സേവനം പൂർത്തിയാക്കി സാമ്പത്തിക സാക്ഷരതാ കോഴ്സ് പൂർത്തിയാക്കുമ്പോൾ 2ാം ഗഡുവും ലഭിക്കും. പുതിയതായി നിയമിക്കുന്ന തൊഴിലാളികൾ കുറഞ്ഞത് 6 മാസമെങ്കിലും ജോലിയിൽ തുടരണം. ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ആധാർ ബ്രിഡ്ജ് പേയ്മെന്റ് സിസ്റ്റം വഴി നേരിട്ട് വിതരണം ചെയ്യും. അക്കൗണ്ടുകൾ GST, പാൻ എന്നിവയുമായി ലിങ്ക് ചെയ്യണം. UAN നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുകയും ചെയ്യണം. ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പ്രാദേശിക EPO ഓഫീസുകളിൽ നിന്ന് ലഭ്യമാണ്. ഭാരതത്തിൽ തൊഴിൽ മേഖലയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പാക്കേജാണ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. തൊഴിലുടമയ്ക്കും തൊഴിലാളികൾക്കും ഒരേപോലെ പ്രയോജനം ലഭിക്കുന്ന ഈ പദ്ധതി തൊഴിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജനം.